Hello my dear students, welcome to Learner's World. In this video, I am going to talk about Excerpts from an Autobiography by Agatha Christie. Agatha Christie was English detective novelist and playwright. She is famous as a writer of detective fiction and her works were translated to more than 100 languages. Agatha Christie ഒരു ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ആണ്, അതുപോലെ പ്ലേ റൈറ്റ് ആണ്. ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ റൈറ്റർ എന്നുള്ള നിലയിലാണ് അഗാഥ ക്രിസ്റ്റി ഫേമസ് ആയിട്ടുള്ളത്. അതുപോലെ അഗാഥ ക്രിസ്റ്റിയുടെ വർക്ക്സ് മോർ ദാൻ 100 ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഷീ ഹാസ് 66 നോവൽസ് ടു ഹെർ ക്രെഡിറ്റ്സ് ബിസൈഡ്സ് 14 ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ്. അതായത് അഗാഥ ക്രിസ്റ്റി 66 നോവൽസ് എഴുതിയിട്ടുണ്ട്, അതിന് പുറമെ 14 ഷോർട്ട് സ്റ്റോറി കളക്ഷൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്ലേ ദ മൗസ് ട്രാപ്പ് ഈസ് നോൺ ആസ് ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് റണ്ണിങ് പ്ലേ. അതായത് അഗാഥ ക്രിസ്റ്റിയുടെ ഒരു പ്ലേ ആണ് ദ മൗസ് ട്രാപ്പ് എന്ന് പറയുന്നത്. അത് വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് റണ്ണിങ് പ്ലേ ആയിട്ടാണ് അറിയപ്പെടുന്നത്. She worked as a nurse during World War I and published her first novel, The Mysterious Affair at Childs, in 1920. അപ്പോൾ വേൾഡ് വാർ ഫസ്റ്റ് നടക്കുന്ന ഒരു സമയത്തൊക്കെ അഗാഥ ക്രിസ്റ്റി ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്താണ് അഗാഥ ക്രിസ്റ്റിയുടെ ഫസ്റ്റ് നോവൽ ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് ചൈൽഡ്സ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത് 1920 പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Many of her works were adapted into films and for television. അതുപോലെ അഗാഥ ക്രിസ്റ്റിയുടെ ഒരുപാട് വർക്ക്സ് ഫിലിംസിലേക്കും അതുപോലെ ടെലിവിഷനിലേക്കൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹെർക്യൂൾ പോയറോട്ട് ഈസ് എ ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് ക്രിസ്റ്റി ക്രിയേറ്റഡ് ആൻഡ് ദിസ് ബെൽജിയൻ ഡിറ്റക്റ്റീവ് വാസ് എ പാർട്ട് ഓഫ് മെനി ഓഫ് ഹെർ നോവൽസ്. അതുപോലെ ഹെർക്യൂൾ പോയറോട്ട് എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് ആണ്. അഗാഥ ക്രിസ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് ആണ് ഹെർക്യൂൾ പോയറോട്ട് എന്ന് പറയുന്നത്. ഒരു ബെൽജിയൻ ഡിറ്റക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അഗാഥ ക്രിസ്റ്റിയുടെ നോവൽസിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് ഈ ഒരു ഹെർക്യൂൾ പോയറോട്ട് ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. ഷി ഹാസ് റിട്ടൺ നോൺ ഫിക്ഷൻ ആൻഡ് റൊമാൻസസ് അതർ ദാൻ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. അതായത് അഗാഥ ക്രിസ്റ്റി ഡിറ്റക്റ്റീവ് ഫിക്ഷൻ മാത്രമല്ല എഴുതിയിട്ടുള്ളത്, നമുക്ക് റൊമാൻസസ് എഴുതിയതായിട്ട് കാണാൻ കഴിയും, അതുപോലെ നോൺ ഫിക്ഷൻ എഴുതിയതായിട്ടൊക്കെ കാണാൻ കഴിയും. In the literary world, she is often described as the queen of mystery because of her skill in creating suspense and her characterization. അതായത് ലിറ്റററി വേൾഡിൽ അഗാഥ ക്രിസ്റ്റി അറിയപ്പെടുന്നത്, അഗാഥ ക്രിസ്റ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ക്യൂൻ ഓഫ് മിസ്റ്ററി എന്നുള്ള രീതിയിലാണ്. അതായത് നിഗൂഢതയുടെ രാജകുമാരി എന്നുള്ള നിലയിലാണ് അവളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതായത് സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാനും നോവൽസിലൊക്കെ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ സസ്പെൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് ഡിറ്റക്റ്റീവ് ക്യാരക്ടേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. മിസ് ജെയിൻ മാർപ്പിൾ വാസ് ആൻ എൽഡർലി വുമൺ ഡിറ്റക്റ്റീവ്. അഗാഥ ക്രിസ്റ്റി ഇൻട്രൊഡ്യൂസ് ടു ഹെർ റീഡേഴ്സ്. മിസ് ജെയിൻ മാർപ്പിൾ എന്ന് പറയുന്നത് ഒരു എൽഡർലി വുമൺ ഡിറ്റക്റ്റീവാണ്. അതായത് റീഡേഴ്സിന് മുന്നിൽ അഗാഥ ക്രിസ്റ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വുമൺ ഡിറ്റക്റ്റീവാണ് മിസ് ജെയിൻ മാർപ്പിൾ എന്ന് പറയുന്നത്. ഹെർക്യൂൾ പോയറോട്ട് ഈസ് ദ ഫസ്റ്റ് ഫിക്ഷണൽ ക്യാരക്ടർ ഹൂസ് ഒബിച്വറി വാസ് പബ്ലിഷ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ. അതുപോലെ ഹെർക്യൂൾ പോയറോട്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഈ ഹെർക്യൂൾ പോയറോട്ടിൻ്റെ ഒബിച്വറി ഒക്കെ ന്യൂസ് പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Excerpt from an Autobiography. In this excerpt, Agatha Christie describes her life as a nurse during the First World War and her initial interest in writing detective fiction. അപ്പോൾ ഈ ഒരു എക്സെപ്റ്റിൽ അഗാഥ ക്രിസ്റ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസസും അതുപോലെ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എഴുതാനുള്ള ഒരു ഇനീഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ടൈമിലായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, An autobiography is the title of Agatha Christie's life story narrated by her, and it traces her experiences from childhood to her journeys to Iraq and Turkey with her archaeologist husband. അതായത് ആ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് അഗാഥ ക്രിസ്റ്റിയുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ്. നരേറ്റ് ചെയ്തിട്ടുള്ളത് അഗാഥ ക്രിസ്റ്റി തന്നെയാണ്. ഇതിൽ പറയുന്നത് അതായത് അഗാഥ ക്രിസ്റ്റിയുടെ എക്സ്പീരിയൻസസ് ആണ്. അതായത് ചൈൽഡ്ഹുഡ് മുതൽ അഗാഥ ക്രിസ്റ്റിയുടെ ഹസ്ബൻഡ്, ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡ്, ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരാവസ്തു ഗവേഷകനായിട്ടുള്ള ഒരു അഗാഥ ക്രിസ്റ്റിയുടെ ഹസ്ബൻഡുമായിട്ട് നടത്തിയിട്ടുള്ള യാത്രകൾ, ഇറാഖിലേക്കും ടർക്കിയിലേക്കൊക്കെ നടത്തിയിട്ടുള്ള യാത്രകളുടെ എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫിയിലുള്ളത് എന്നാണ് പറയുന്നത്. This autobiography is an interesting work about the life and art of Agatha Christie and her happiness and breakdown at different points in life.
ഈ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഇത് അഗാഥ ക്രിസ്റ്റിയുടെ ലൈഫിനെ കുറിച്ചിട്ടും അതുപോലെ ആർട്ടിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വർക്കാണിത്. അതുപോലെ അഗാഥ ക്രിസ്റ്റിയുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഹാപ്പിനെസ്, ബ്രേക്ക് ഡൗൺ, ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് അഗാഥ ക്രിസ്റ്റി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഹിസ് ഓട്ടോബയോഗ്രഫി ഇൻ 1950 ആൻഡ് കംപ്ലീറ്റഡ് ഇറ്റ് ഇൻ 1965, സ്പെൻഡിങ് 15 years റൈറ്റിംഗ് ദിസ് ബുക്ക്. അതായത് പറയപ്പെടുന്നത് അഗാഥ ക്രിസ്റ്റി ഈ ഒരു വർക്ക്, ഈ ഒരു ഓട്ടോബയോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നത് 1950-ലാണ്, പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് 1965-ലാണ്. അങ്ങനെ ഈ ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ, ഈ ഒരു ബുക്ക് എഴുതാൻ ഓൾമോസ്റ്റ് 15 years എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് വർക്ക് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ഇൻ 1977. ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് പോസ്റ്റ്മസ്ലിയാണ്, 1977-ലാണ്, ഓൾമോസ്റ്റ് 2 years ആഫ്റ്റർ ഹെർ ഡെത്ത്. അതായത് ഏകദേശം 2 വർഷത്തിന് ശേഷം, അതായത് അഗാഥ ക്രിസ്റ്റി മരിച്ച് 2 വർഷത്തിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. Christie details her experiences which led to her first novel, The Mysterious Affair at Styles, finally published in 1920 after rejection from many publishers. അതുപോലെ ഈ ഒരു ഇതിൽ എക്സെപ്റ്റ്സിൽ പറയുന്നുണ്ട് അഗാഥ ക്രിസ്റ്റി ഒരു നോവൽ എഴുതുന്ന സമയത്തുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്, ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ എഴുതുന്ന സമയത്തുണ്ടായിരുന്ന എക്സ്പീരിയൻസസ് പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു നോവൽ 1920-ലാണ് ഫൈനലി പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഇതിന് ഒരുപാട് റിജക്ഷൻ ഉണ്ടായിരുന്നു, അതായത് പബ്ലിഷേഴ്സൊക്കെ ഇത് പബ്ലിഷ് ചെയ്യാൻ റിജക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഫൈനലി ഇത് 1920-ലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ദിസ് എക്സെപ്റ്റ്സ് ഈസ് ടേക്കൺ ഫ്രം ചാപ്റ്റർ 3 ഓഫ് ഹെർ മെമ്മോ where she tells the readers how she planned her first novel and how she finalized the characters for it. അപ്പോൾ ഈ ഒരു എക്സെപ്റ്റ്, അതായത് അഗാഥ ക്രിസ്റ്റിയുടെ മെമ്മോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു 3rd ചാപ്റ്ററാണ് ഈ ഒരു എക്സെപ്റ്റ് എന്നാണ് പറയുന്നത്. ആ ഒരു 3rd ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു എക്സെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എക്സെപ്റ്റിലൂടെ അഗാഥ ക്രിസ്റ്റി റീഡേഴ്സിനോട് പറയുന്നത്, അതായത് എങ്ങനെയാണ് ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എഴുതാൻ ഒരു തീരുമാനം ഉണ്ടായത്, അതുപോലെ എങ്ങനെയാണ് ആ ഒരു നോവല് ഫൈനലൈസ് ചെയ്തത്, അതുപോലെ എങ്ങനെയാണ് അതിലെ ക്യാരക്ടേഴ്സിനെ കണ്ടെത്തിയത്, അതായത് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, It was while I was working in the dispensary that I first conceived the idea of writing a detective story. അപ്പോൾ അഗാഥ ക്രിസ്റ്റി പറയുകയാണ്, ഞാൻ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതണം എന്നുള്ള ഒരു ആശയം എന്നിലുണ്ടായത്. ദ ഐഡിയ ഹാഡ് റിമൈൻഡ് ഇൻ മൈ മൈൻഡ് സിൻസ് മാരിസ് ഏർലിയർ ചാലഞ്ച് ആൻഡ് മൈ പ്രസന്റ് വർക്ക് സീം ടു ഓഫർ എ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി. Unlike nursing, where there always was something to do, dispensing consisted of slack or busy periods. അതായത് അഗാഥ ക്രിസ്റ്റി പറയുകയാണ്, അതായത് ആ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ നേഴ്സിങ്ങിൽ പോലെയല്ല ഡിസ്പെൻസറിയിലുള്ള എൻ്റെ വർക്ക് എന്ന് പറയുന്നത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഡിസ്പെൻസറിയിൽ എന്നാണ് പറയുന്നത്. ഡിസ്പെൻസറി എപ്പോഴും ഒന്നെങ്കിൽ ഒരു സ്ലാക്കായിട്ടുള്ള ഒന്നായിരിക്കും, അതായത് മന്ദഗതിയിൽ പോകുന്ന ഒന്നായിരിക്കും, അല്ലെങ്കിൽ ബിസി പീരിയഡ്സ് ആയിരിക്കും, വളരെ ബിസി ആയിട്ടുള്ള ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. സംടൈംസ് ഐ വുഡ് ബി ഓൺ ഡ്യൂട്ടി എലോൺ ഇൻ ദ ആഫ്റ്റർനൂൺ വിത്ത് ഹാർഡ്ലി എനിത്തിങ് ടു ഡു ബട്ട് സിറ്റ് എബൌട്ട്. ചില ദിവസങ്ങളിൽ ആഫ്റ്റർനൂണിലൊന്നും എനിക്ക് അങ്ങനെ ജോലിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ജോലിയൊന്നും ഇല്ലെങ്കിലും ഞാൻ അവിടെ വെറുതെ ഇരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹാവിങ് സീൻ ദാറ്റ് സ്റ്റോക്ക് ബോട്ടിൽസ് വർ ഫുൾ ആൻഡ് അറ്റൻഡഡ് ടു, വൺ വാസ് അറ്റ് ലിബർട്ടി ടു ഡു എനിത്തിങ് വൺ പ്ലസ് എക്സെപ്റ്റ് ലീവ് ദ ഡിസ്പെൻസറി. അങ്ങനെ ജോലിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ വെറുതെ ഡിസ്പെൻസറിയിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് ഡിസ്പെൻസറിയിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ആ ഒരു ഡിസ്പെൻസറിയിൽ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ ആ ഡിസ്പെൻസറി വിട്ട് പുറത്ത് പോകാനുള്ള ഒരു അനുവാദം നമുക്ക് ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാ സ്വാതന്ത്ര്യവും നമുക്കവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് ജോലി ഇല്ലെങ്കിലും അതിൽ നിന്ന് പുറത്ത് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്.
ഐ ബിഗാൻ കൺസിഡറിങ് വാട്ട് കൈൻഡ് ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറി ഐ കുഡ് റൈറ്റ്. അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതിയാലോ എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉടലെടുത്തു. അങ്ങനെ ഞാൻ ആലോചിക്കുകയാണ് എന്ത് തരത്തിലുള്ള ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് ഞാൻ എഴുതേണ്ടത്. സിൻസ് ഐ വാസ് സറൗണ്ടഡ് ബൈ പോയ്സൺസ് പെർഹാപ്സ് ഇറ്റ് വാസ് നാച്ചുറൽ ദാറ്റ് ഡെത്ത് ബൈ പോയ്സൺ ഷുഡ് ബി ദ മെത്തേഡ് ഐ സിലക്റ്റഡ്. അങ്ങനെ എൻ്റെ ചുറ്റും നോക്കിയപ്പോൾ ഞാനൊരു ഡിസ്പെൻസറിയിലാണ്. അപ്പോൾ പോയ്സണൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു ആശയം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഡെത്ത് ബൈ പോയ്സൺ എന്നുള്ള ഒരു ആശയം ആയിക്കൂടാ ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതായത് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതുന്ന സമയത്ത് ഡെത്ത് ബൈ പോയ്സൺ ആയിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. ഐ സെറ്റിൽഡ് ഓൺ വൺ ഫാക്ട് വിച്ച് സെയിം ടു മീ ടു ഹാവ് പോസിബിലിറ്റി. ഐ ടോൾഡ് വിത്ത് ദ ഐഡിയ ഐ ലൈക്ഡ് ഇറ്റ് ആൻഡ് ഫൈനലി ആക്സെപ്റ്റഡ് ഇറ്റ്. ദെൻ ഐ വെൻറ്റ് ഓൺ ടു ദ ഡ്രാമാറ്റിക് പേഴ്സണ. അതായത് അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ആ ഒരു ആശയമായിട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു ആശയം, അതായത് വിഷം കൊടുത്ത് കൊല്ലുക എന്നുള്ള ആ ഒരു ആശയം എൻ്റെ ഡിറ്റക്റ്റീവ് നോവലിൽ അങ്ങനെയുള്ള ഒരു ഐഡിയ കൊണ്ടുവരാം എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നീട് ഞാൻ ചിന്തിച്ചത് ഡ്രാമാറ്റിക് പേഴ്സണെയാണ്. ഡ്രാമാറ്റിക് പേഴ്സണ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സിൻ്റെ ഡ്രാമ. അതായത് ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ സെലക്ട് ചെയ്തു. ഇനി എൻ്റെ നോവലിലേക്ക് എന്ത് വേണം? ക്യാരക്ടേഴ്സിന് വേണം. അതായത് എൻ്റെ ഡ്രാമയിൽ ക്യാരക്ടേഴ്സിന് വേണം. ഹൂ ഷുഡ് ബി പോയ്സൺ? ആരെയാണ് പോയ്സൺ ചെയ്യേണ്ടത്? വുഡ് പോയ്സൺ ഹിം ഓർ ഹെർ? അതായത് ആരാണ് പോയ്സൺ ചെയ്യേണ്ടത്? അതുപോലെ ആരാണ് ഈ ഒരു പോയ്സൺ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? വെൻ, വേർ, ഹൗ, വൈ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ഇറ്റ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിലൂടെ കടന്നു വന്നു. ഇറ്റ് വുഡ് ഹാവ് ടു ബി വെരി മച്ച് ഓഫ് ആൻ ഇൻറ്റിമേറ്റ് മർഡർ ഓയിങ് ടു ദ പെർട്ടിക്കുലർ വേ ഇറ്റ് വാസ് ഡൺ. ഇറ്റ് വുഡ് ഹാവ് ടു ബി ഓൾ ഇൻ ദ ഫാമിലി, സോ ടു സ്പീക്ക്. പിന്നീട് ഞാൻ ആലോചിച്ചു, അതായത് ഡെത്ത് ബൈ പോയ്സൺ ചെയ്യണമെങ്കിൽ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പേഴ്സണേ അത് കഴിയുള്ളൂ. അതായത് ഒരു ഫാമിലിയിലുള്ള ആൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ദർ വുഡ് ബി നാച്ചുറലി ഹാവ് ടു ബി എ ഡിറ്റക്റ്റീവ്. അറ്റ് ദാറ്റ് ഡേറ്റ് ഐ വാസ് വെൽ സ്റ്റീപ്ഡ് ഇൻ ദ ഷെർലക് ഹോംസ് ട്രഡീഷൻ. അതായത് അതുപോലെ ഒരു ഡിറ്റക്റ്റീവ് കൂടി ആയിരിക്കണം അയാൾ എന്നുള്ള ഒരു ആശയം കൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഷെർലക് ഹോംസിൻ്റെ ഷെർലക് ഹോം ട്രഡീഷനിലേക്ക് ഞാൻ ഉറ്റുനോക്കി എന്നാണ് പറയുന്നത്. സോ ഐ കൺസിഡേർഡ് ഡിറ്റക്റ്റീവ്സ് not like Sherlock Holmes. Of course, I must invent one of my own, and he would also have a friend as a kind of but or stooge. That would not be too difficult. അതായത് ഡിറ്റക്റ്റീവ്സിന് ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്. ഷെർലക് ഹോംസ് മാത്രമല്ല, എല്ലാ ഡിറ്റക്റ്റീവ്സിനെയും കൺസിഡർ ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവിനെ എനിക്ക് ഇൻവെൻറ്റ് ചെയ്യേണ്ടതുണ്ട്, അതായത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഡിറ്റക്റ്റീവിന് ഒരു ഫ്രണ്ട് ആവശ്യമുണ്ട്, എ കൈൻഡ് ഓഫ് ബട്ട് ഓർ സ്റ്റൂജ് എന്നാണ് പറയുന്നത്. അതായത് എ കമ്പാനിയൻ ഓഫ്, അതായത് ഈ ഒരു ഡിറ്റക്റ്റീവിൻ്റെ ഒരു കമ്പാനിയനായിട്ട്, അതായത് ഒരു ഫണ്ണി പേഴ്സൺ അല്ലെങ്കിൽ ഒരു കൊമേഡിയനൊക്കെ ആയിട്ടുള്ള ഒരാളെ കൂടെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഗത ക്രിസ്റ്റി ഇതിലെ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഐ റിട്ടേൺ ടു തോട്ട്സ് ഓഫ് മൈ അതർ ക്യാരക്ടേഴ്സ് ഹു വാസ് ടു ബി മർഡേർഡ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഈ നോവലിലെ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ കൂടെ ഞാൻ ഡിസൈഡ് ചെയ്യാൻ പോവുകയാണ്. ഹു വാസ് ടു ബി മർഡേർഡ്, അതായത് ആരാണ് കൊല ചെയ്യപ്പെടേണ്ടത് എന്ന് പറയാണ്. എ ഹസ്ബൻഡ് കുഡ് മർഡർ ഹിസ് വൈഫ്. അതായത് ഒരു ഹസ്ബൻഡ് അയാളുടെ വൈഫിനെ കൊല ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് ചിത്രീകരിച്ചാലോ. ദാറ്റ് സീം ടു ബി ദ മോസ്റ്റ് യൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ. അതാണ് ഇപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു മർഡർ എന്ന് പറയുന്നത്. I could of course have a very unusual kind of murder for a very unusual motive, but that did not appeal to me artistically. അതായത് എന്തായാലും ഒരു അൺയൂഷ്വൽ കൈൻഡ് ഓഫ് മർഡറാണ് എനിക്ക് വേണ്ടത്. ഞാൻ അങ്ങനെയാണ് നടത്താൻ പോകുന്നത്. ഒരു അൺയൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ, ഒരു അൺയൂഷ്വൽ മോട്ടീവിൽ ഒരു അൺയൂഷ്വൽ കൈൻഡ് ഓഫ് മർഡറാണ് നടത്താൻ പോകുന്നത്. But that did not appeal to me artistically. The whole point of a good detective story was that it must be somebody obvious, but at the same time, for some reason, you would then find that it was not obvious. അതായത് ചില ഡിറ്റക്റ്റീവ് സ്റ്റോറിയിലൊക്കെ ആ ഒരു ഡിറ്റക്റ്റീവിന് ആ ഒരു ഐഡിയ നല്ല രീതിയിൽ പ്രകടമാക്കാൻ ചിലപ്പോൾ ഒന്നും
കഴിയാറില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഹി കുഡ് നോട്ട് പോസിബിളി ഹാവ് ഡൺ ഇറ്റ്. ദൗ റിയലി ഓഫ് കോഴ്സ് ഹി ഹാഡ് ഡൺ ഇറ്റ്. അറ്റ് ദാറ്റ് പോയിൻറ്റ് ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. അങ്ങനെയുള്ള ഒരു സമയം, ആ ഒരു കാര്യം എൻ്റെ മനസ്സിലൂടെ വന്നു. ആ സമയത്ത് ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. ആൻഡ് വെൻറ്റ് അവേ ആൻഡ് മെയ്ഡ് അപ്പ് എ കപ്പിൾ ഓഫ് ബോട്ടിൽസ് ഓഫ് എക്സ്ട്രാ ഹൈപ്പോക്ലോറസ് ലോഷൻ സോ ദാറ്റ് ഐ ഷുഡ് ബി ഫെയർലി ഫ്രീ ഓഫ് വർക്ക് ദ നെക്സ്റ്റ് ഡേ. അങ്ങനെ അഗത ക്രിസ്റ്റി വർക്ക് ചെയ്യുന്നത് ഒരു ഡിസ്പെൻസറിയിലാണ്. അങ്ങനെ ഇരിക്കെ അഗത ക്രിസ്റ്റി എ കപ്പിൾ ഓഫ് ബോട്ടിൽസിലെ എക്സ്ട്രാ ഹൈപ്പോക്ലോറസ് ലോഷന് എടുക്കുകയാണ്. ആ സമയം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ ഫ്രീ ആയിരിക്കും എന്നാണ് പറയുന്നത്. ജോലിയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. I went on playing with my idea for some time. Bits of it began to grow. I saw the murderer now. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു ഐഡിയ ഞാൻ ഡിസ്പെൻസറിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടത്തി വിടുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഐഡിയ ഇങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങുകയാണ്. ഐ സോ ദ മേർഡറർ നൗ. ഞാനിപ്പോൾ ആ ഒരു മേർഡറെ കാണുന്നുണ്ട്. ഈ വുഡ് ഹാവ് ടു ബി റാദർ സിനിസ്റ്റർ ലുക്കിംഗ്. ഒരു എവിൾ ലുക്കിംഗ് ആണ് ആ ഒരു മേർഡർ എന്ന് പറയുന്നത്. ഹി വുഡ് ഹാവ് എ ബ്ലാക്ക് ബീഡ്. ഒരു ബ്ലാക്ക് ബീഡ് അയാൾക്കുണ്ട്. That appeared to me at that time very sinister. There were some acquaintances who had recently come to live near us. The husband had a black beard and he had a wife who was older than himself and who was very rich. അതായത് നമ്മുടെ അഗത ക്രിസ്റ്റി ആ ഒരു മേർഡറെ കാണുകയാണ്. അതായത് ഭയങ്കര എവിളായിട്ടുള്ള ഒരു ലുക്കിംഗ് ആണ്. അയാൾക്കൊരു ബ്ലാക്ക് ബീഡൊക്കെ ഉണ്ട്. അതുപോലെ ഈ അഗത ക്രിസ്റ്റി ഇങ്ങനെ ഈ ഒരു ഡിസ്പെൻസറിയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് അക്വൈൻറ്റൻസസ്, ഒരുപാട് പരിചയക്കാർ അവിടെ ചുറ്റും കാണാറുണ്ട്. അതിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കാണുന്നുണ്ട്. വൈഫ് എന്ന് പറയുന്നത് ഓൾഡർ ദാൻ ദ ഹസ്ബൻഡിനേക്കാളും ഓൾഡറാണ്. അതുപോലെ വൈഫ് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടാണ് ഉള്ളത്. യെസ്, ഐ തോട്ട് ദാറ്റ് മൈറ്റ് ഡു ആസ് എ ബേസിസ്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ അഗത ക്രിസ്റ്റിക്ക് ഒരു ഐഡിയ മനസ്സിലേക്ക് കടന്നു വന്നു. I considered it at some length. It might do, but it was not entirely satisfactory. The man in question would, I was sure, never murder anybody. അപ്പോൾ ഈ ഒരു റിയാലിറ്റിയിലുള്ള ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ നോക്കിയ സമയത്ത് ഹസ്ബൻഡിന് കണ്ടാൽ എന്താണ് ഒരാളെ കൊല്ലാൻ കഴിയും ഉള്ളതായിട്ട് തോന്നില്ല എന്ന് അഗത ക്രിസ്റ്റി പറയാണ്. I took my mind away from them and decided once and for all that it is no good thinking about real people. You must create your characters for yourself. അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡ് അവിടെ നിന്ന് മാറ്റി എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് റിയൽ പീപ്പിളിനെ വെച്ചിട്ട് ഒരിക്കലും ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്, എൻ്റെ ഫിക്ഷണൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. someone you see in a tram or train or a restaurant is a possible starting point because you can make up something for yourself about them. അതായത് നമുക്ക് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അതായത് യുവർ സെൽഫ്, അതായത് നമ്മളുടെ ക്യാരക്ടേഴ്സിനെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഒരു ട്രാം അല്ലെങ്കിൽ ട്രെയിന്, റെസ്റ്റോറൻറ്റ്, ഇവിടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് നമ്മളുടെ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. Sure enough, next day when I was sitting in a tram, I saw just what I wanted. അങ്ങനെ ഒരു ദിവസം നെക്സ്റ്റ് ഡേ ഞാൻ ഒരു ട്രാമിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതെനിക്ക് കിട്ടി. എ മാൻ വിത്ത് എ ബ്ലാക്ക് ബീഡ്, ഒരു മാൻ വിത്ത് എ ബ്ലാക്ക് ബീഡ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ആൻ എൽഡർലി ലേഡി. അതായത് ഒരു എൽഡർലി ലേഡിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്, ഒരു ബ്ലാക്ക് ബീഡിലുള്ള ഒരു മാൻ എന്നാണ് പറയുന്നത്. വാസ് ചാറ്ററിംഗ് ലൈക്ക് എ മാഗ്പി. അയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചാറ്ററിങ് ലൈക്ക് എ മാഗ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചാറ്ററിങ് ബേർഡ് വിച്ച് ഇസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ കളർ. അതായത് ഒരു ബേർഡാണ് ഈ മാഗ്പി എന്ന് പറയുന്നത്, ഒരു ചാറ്ററിങ് ബേർഡാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കളറിലുള്ള. ഐ ഡിഡ്ന്റ് തിങ്ക് ഐ വുഡ് ഹാവ് ഹെർ ബട്ട് ഐ തോട്ട് ഹി വുഡ് ഡു അഡ്മിറബിളി.
Sitting a little way beyond them was a large, hurty woman talking loudly about spring bulbs. I liked the look of her too. അങ്ങനെ ഇവരുടെ കുറച്ച് മുകളിൽ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. വലിയൊരു ലാർജ് ഹേർട്ടി വുമൺ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് സംസാരിക്കുന്ന സ്പ്രിംഗ് ബൾബിനൊക്കെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. Perhaps I could incorporate her. I took them all three of the tram with me to work upon and walked up Barter Road muttering to myself just as in the days of the kittens. അങ്ങനെ ഞാൻ അവർ 3 പേരെയും എൻ്റെ കൂടെ കൊണ്ടുവന്നു. എന്തിനെ? എൻ്റെ ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവരെ 3 പേരെയും എൻ്റെ കൂടെ കൂട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബാട്ടർ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ മട്ടറിങ് എന്ന് പറഞ്ഞാൽ വിസ്പറിങ് ചെയ്തുകൊണ്ടിരുന്നു. ഇൻ ദ ഡേയ്സ് ഓഫ് ദ കിറ്റൻസ്. ഇൻ ദ ഡേയ്സ് ഓഫ് ദ കിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻ ചൈൽഡ്ഹുഡ് ഷീ ക്രിയേറ്റഡ് ഇമാജിനറി ഫ്രണ്ട്സ് നെയിം ദ കിറ്റൻസ്. അതായത് ചൈൽഡ്ഹുഡിൽ അവൾ എന്താണ് ഇമാജിനറി നെയിമായിട്ട് കിറ്റൻസിനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമാജിനറി ഫ്രണ്ട്സായിട്ട്. അപ്പം അങ്ങനെ അവൾ ഓരോന്ന് മട്ടർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നു വരുന്നത്. വെരി സൂൺ ഐ ഹാഡ് എ സ്കെച്ചി പിക്ചർ ഓഫ് സം ഓഫ് മൈ പീപ്പിൾ. അങ്ങനെ എൻ്റെ കുറച്ച് അടുത്ത ആൾക്കാരുടെ ഒരു സ്കെച്ചി പിക്ചർ ഉണ്ടായിരുന്നു. ദർ വാസ് ദ ഹേർട്ടി വുമൺ. അതിലൊരു ഹേർട്ടി വുമൺ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഈവൻ ന്യൂ ഹെർ നെയിം. അവളുടെ പേരെന്താണെന്ന് വെച്ചാൽ ഈവിൽ നിന്നാണ്. ഷീ കുഡ് ബി പുവർ റിലേഷൻ ഓർ ലേഡി ഗാർഡൻ ഓർ എ കമ്പാനിയൻ. അവളൊരു മോശം പെട്ട ഒരു ബന്ധത്തിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലേഡി ഗാർഡനർ ആയിരിക്കാം, കമ്പാനിയൻ ആയിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ perhaps a lady housekeeper. Anyway, I was going to have her. എങ്ങനെയായാലും ഞാൻ അവളെ സ്വന്തമാക്കാൻ പോവുകയായിരുന്നു. Then there was a man with the black beard whom I still felt I didn't know much about except for his beard, which wasn't really enough. Or was it enough? Yes, perhaps it was, because you would be seeing this man from the outside, so you could only see what he liked to show, not as he really was. That ought to be a clue in itself. The elderly wife could be murdered more for her money than her character. അങ്ങനെ നമ്മുടെ അഗത ക്രിസ്റ്റി പറയാണ്, ഈ എൽഡർലി വൈഫ് മർഡർ ആകുന്നത് എന്താണ്? അതായത് അവൾ ഒരുപാട് റിച്ചാണ്, അപ്പോൾ അവളുടെ പണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവളുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അഗത ക്രിസ്റ്റി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു എൽഡർലി വുമൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്യാരക്ടറുകളുള്ള ആളാണ്. അപ്പോൾ അഗത ക്രിസ്റ്റിയുടെ മനസ്സിൽ വന്നിട്ടുള്ള വേറൊരു ആശയമാണ്, അതായത് എൽഡർലി വുമണിനെ മർഡർ ചെയ്യുന്നത് മണിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവളുടെ ക്യാരക്ടറൊന്നും കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. So she didn't matter very much. I now began adding more characters rapidly. A son, a daughter, possibly a nephew. You had to have a good many suspects. The family was coming along nicely. അപ്പോൾ പിന്നീട് അഗത ക്രിസ്റ്റി പറയുകയാണ്, എനിക്ക് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സിനെ എൻ്റെ നോവലിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതായത് ഒരു ഫാമിലി ആയിട്ട്, അതായത് ഡോട്ടർ, സൺ, നെപ്യൂ, അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ എനിക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, I left it to develop and turned my attention to the detective who could I was a detective. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ വെറുതെ വിട്ടു. അങ്ങനെ ഞാൻ എൻ്റെ അറ്റൻഷൻ മുഴുവൻ എന്തിലേക്ക് തിരിച്ചു? അതായത് ഡിറ്റക്റ്റീവിലേക്ക് തിരിച്ചു. അതായത് എനിക്കൊരു ഡിറ്റക്റ്റീവിനെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ആരെയാണ് ഒരു ഡിറ്റക്റ്റീവ് ആക്കുന്നത്? ഐ റിവ്യൂഡ് സച്ച് ഡിറ്റക്റ്റീവ്സ് ആസ് ഐ ഹാഡ് മെറ്റ് ആൻഡ് അഡ്മയർഡ് ഇൻ ബുക്സ്. അങ്ങനെ ഞാൻ ഇതുവരെ ബുക്സിൽ വായിച്ചിട്ടുള്ള, അതായത് എനിക്ക് ബുക്സിൽ ഭയങ്കര അഡ്മിയറായിട്ട് തോന്നിയിട്ടുള്ള ഡിറ്റക്റ്റീവ്സിനൊക്കെ ഒന്ന് പുനഃപരിശോധിച്ചു എന്നാണ് പറയുന്നത്. There was Sherlock Holmes, the one and only. I should never be able to emulate him. അതായത് എനിക്ക് വൺ ആൻഡ് ഓൺലി ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ഷെർലക് ഹോംസ് ആണ്. ഷെർലക് ഹോംസുമായിട്ട് ഇടപെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല. ദർ വാസ് ആർസിൻ ലൂപ്പിൻ. അതുപോലെ ഒരു ആർസിൻ ലൂപ്പിൻ ഉണ്ട്. വാസ് എ ഹി ക്രിമിനൽ ഓർ ഡിറ്റക്റ്റീവ്? ആർസിൻ ലൂപ്പിൻ എന്ന് പറയുന്നത് ക്രിമിനൽ ആണോ ഡിറ്റക്റ്റീവ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അഗാഥ ക്രിസ്റ്റി. Anyway, not my kind. There was a young journalist, Roland Billey, in The Mystery of the Yellow Room. That was sort of a person who I would like to invent. അതായത് The Mystery of the Yellow Roomലെ
ഒരു ജേർണലിസ്റ്റ് ഉണ്ട് റോളറ്റ് ബില്ലെ. അതൊക്കെ പോലെയുള്ള ഒരു ഡിറ്റക്റ്റീവിനെയാണ് ഞാൻ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാണ്. Someone who hadn't been used before. Who could I have? A schoolboy. Rather difficult. A scientist. What did I know of scientists? Then I remembered our Belgian refugees. അങ്ങനെ ഞാൻ കണ്ടുപിടിക്കുന്ന ഡിറ്റക്റ്റീവ് ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത ഒന്നായിരിക്കണം, വളരെ റെയർ ആയിട്ടുള്ള ഒന്നായിരിക്കണം എന്ന് അഗാഥ ക്രിസ്റ്റി പറയാണ്. അങ്ങനെ അഗാഥ ക്രിസ്റ്റി ബെൽജിയൻ റെഫ്യൂജീസിനെ ഓർമ്മിക്കുകയാണ്. വി ഹാഡ് quite a colony of Belgian refugees living in the parish of Tor. Everyone had been bursting with loving kindness and sympathy when they arrived. അതായത് ബെൽജിയൻ റെഫ്യൂജീസ് അവർ പാരിഷിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വരുന്ന സമയത്ത് അവർ ഭയങ്കര ലവിങ് ആൻഡ് കൈൻഡ്നെസ്സൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. People had stocked houses with furniture for them to live in, had done everything they could make them comfortable. There had been the usual reaction later when the refugees had not seemed to sufficiently grateful for what had been done for them and complained for this and that. അപ്പോൾ ഈ റെഫ്യൂജീസ് ബെൽജിയൻ റെഫ്യൂജീസ് വരുന്ന സമയത്ത് അവർക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകിയിരുന്നു. അപ്പോഴൊക്കെ അവർ എത്തിയ സമയത്ത് നല്ല ലവിങ് ആൻഡ് സിമ്പതിയൊക്കെ ഉള്ള ആളുകളായിരുന്നു. പിന്നീട് അവർക്കൊന്നും തികയാതെ വന്നു എന്നാണ് പറയുന്നത്. അവർ എല്ലാത്തിനും കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി. ദ ഫാക്ട് ദാറ്റ് ദ പൂർ തിങ്സ് വേർ ബിവെൽഡേഡ് ഇൻ എ സ്ട്രേഞ്ച് കൺട്രി വാസ് നോട്ട് സഫിഷ്യൻറ്റ് അപ്രീഷിയേറ്റഡ്. അതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ മറ്റൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നിനെയും അപ്രീഷിയേറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എ ഗുഡ് മെനി ഓഫ് ദം വർ സസ്പീഷ്യസ് പേഴ്സൺ ആൻഡ് ദ ലാസ്റ്റ് തിങ് ദേ വാണ്ടഡ് വാസ് ടു ബി ആസ്ക്ഡ് ഔട്ട് ടു ടീ ഓർ ഹാവ് പീപ്പിൾ ഡ്രോപ്പ് ഇൻ അപ്പോൺ ദം. ദേ വാണ്ടഡ് ടു ബി ലെഫ്റ്റ് അലോൺ, ടു ബി ഏബിൾ ടു കീപ് ടു ദംസെൽവ്സ്. ദേ വാണ്ടഡ് ടു സേവ് മണി, ടു ഡിഗ് ദെയർ ഗാർഡൻ ആൻഡ് ടു മാന്യൂർ ഇറ്റ് ഇൻ ദെയർ ഓൺ പെർട്ടിക്കുലർ ആൻഡ് ഇൻറ്റിമേറ്റ് വേ. അതായത് അവർ അതിലുള്ള കുറേ ആളുകൾ ഒരു സസ്പീഷ്യസ് പെസൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് അവരുടെ ലാൻഡുകൾ, അതായത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ലാൻഡുകളൊക്കെ അവരെ എലോണായിട്ട് വിടണം. അതുപോലെ അവർ ഒറ്റയ്ക്ക് പണം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ലാൻഡുകളിൽ അവർ കൃഷി ഇറക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. വൈ നോട്ട് മേക്ക് മൈ ഡിറ്റക്റ്റീവ് എ ബെൽജിയൻ? അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു ബെൽജിയനെ ഒരു ഡിറ്റക്റ്റീവ് ആക്കിക്കൂടാ? ദർ വർ ഓൾ ടൈപ്സ് ഓഫ് റെഫ്യൂജീസ്. അതായത് ഒരുപാട് തരത്തിലുള്ള റെഫ്യൂജീസ് ഉണ്ടായിരുന്നു. ഹൗ എബൌട്ട് എ റെഫ്യൂജി പോലീസ് ഓഫീസർ? എന്തുകൊണ്ടൊരു റെഫ്യൂജി പോലീസ് ഓഫീസർ ആയിക്കൂടാ? A retired police officer, not too young a one. What a mistake I made there. The result is that my fictional detective must really be well over 100 by now. അതായത് പിന്നീട് അഗാഥ ക്രിസ്റ്റി പറയുന്നത്, അതായത് എൻ്റെ ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ 100-ൽ കൂടുതൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഐ മെയ്ഡ് ദ റിസൾട്ട് ഈസ് ദാറ്റ് മൈ ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് മസ്റ്റ് റിയലി ബി വെൽ ഓവർ 100 ബൈ നൗ എന്നാണ് പറയുന്നത്. എനിവേ സെറ്റിൽഡ് ഓൺ എ ബെൽജിയൻ ഡിറ്റക്റ്റീവ്. അങ്ങനെ ഞാൻ എന്താണ് ഒരു ബെൽജിയൻ ഡിറ്റക്റ്റീവിനെ ഡിസൈഡ് ചെയ്തു. I allowed him slowly to grow into his part. He should have been an inspector so that he would have a certain knowledge of crime. അയാൾ എന്തായിരിക്കണം? എൻ്റെ ഒരു ബെൽജിയൻ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഇൻസ്പെക്ടർ ആയിരിക്കണം. ഒരു ഇൻസ്പെക്ടർ ആയാൽ മാത്രമേ അയാൾക്ക് ക്രൈമിനെ കുറിച്ചിട്ടുള്ള നോളജൊക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ഹി വുഡ് ബി മെറ്റിക്കുലോസ്. അദ്ദേഹം എന്തായിരിക്കണം? മെറ്റിക്കുലോസ് മീൻസ് സൂക്ഷ്മമായിട്ടുള്ള ഒരാളായിരിക്കണം. വെരി ടൈഡി, നല്ല വൃത്തിയുള്ള ആളായിരിക്കണം. ഐ തോട്ട് ടു മൈസെൽഫ് ആസ് ഐ ക്ലിയർഡ് അവേ എ ഗുഡ് മെനി അൺടൈഡി ഓട്സ് and ends in my own bedroom. A tidy little man. I could see him as a tidy little man, always arranging things, liking things in pairs, liking things square instead of round. And he should very brainy. He should have little grey cells of the mind. That was good phrase. I must remember that. Yes, he would have little grey cells.
അതായത് എൻ്റെ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് നല്ല സൂക്ഷ്മമായിട്ടുള്ള ഒരാളായിരിക്കണം, വെരി ടൈഡി ആയിരിക്കണം, അതുപോലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്ന നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, നല്ല ബ്രെയിനി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗ്രേ സെൽസ് ഉണ്ടായിരിക്കണം. ഗ്രേ സെൽസ് മീൻസ് ചാരനിറത്തിലുള്ള കോശങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. He would have rather a grand name, one of those names that Sherlock Holmes and his family had, who was it his brother had been Mycroft Holmes. അതായത് അതുപോലെ എൻ്റെ ഡിറ്റക്റ്റീവിന് നല്ലൊരു ഗ്രാൻഡ് നെയിം ഉണ്ടായിരിക്കണം. അതായത് ഷെർലോക്ക് ഹോംസ് ഒക്കെ പോലെയുള്ള ഒരു ഗ്രാൻഡ് നെയിം, ഒരു ഫാമിലി നെയിം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഹൗ അബൌട്ട് കോളിംഗ് മൈ ലിറ്റിൽ ഹെർക്യൂൾസ്? ഞാൻ എങ്ങനെയാണ് ഹെർക്യൂൾസിനെ വിളിക്കുന്നത്? ഹി വുഡ് ബി എ സ്മോൾ മാൻ. ഹെർക്യൂൾസ് എ ഗുഡ് നെയിം. ഹിസ് ലാസ്റ്റ് നെയിം വാസ് മോർ ഡിഫിക്കൾട്ട്. അപ്പോൾ ഹെർക്യൂൾസ് എന്ന് പറയുന്നത് നല്ലൊരു നെയിമാണെന്നാണ് പറയുന്നത്. ഡിറ്റക്റ്റീവിന് ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ഒരു നെയിമാണ്. അതിൻ്റെ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ വൈ ഐ സെറ്റിൽഡ് ഓൺ ദ നെയിം പോയറട്ട്, വെദർ ഇറ്റ് ജസ്റ്റ് കെയിം ഇൻ ടു മൈ ഹെഡ് ഓർ വെദർ ഐ സോ ഇറ്റ് ഇൻ സം ന്യൂസ് പേപ്പർ ഓർ റിട്ടേൺ ഓൺ സംതിങ് എനിവേ ഇറ്റ് കെയിം. അതുപോലെ പോയറട്ട് എന്നുള്ളതും അഗത ക്രിസ്റ്റിയുടെ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷണൽ ക്യാരക്ടറാണ്. അപ്പോൾ അത് അതും നല്ലൊരു നെയിമാണ് എന്നാണ് പറയുന്നത്. It went well on, not the Hercules but Hercule Poirot. That was all right. Settled, thank goodness. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ അഗത ക്രിസ്റ്റി ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ നെയിം കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ആ നെയിം എന്ന് പറയുന്നത്? ഹെർക്യൂൾ പോയറട്ടാണ് ഡിറ്റക്റ്റീവിന് ഇടാൻ വെച്ചിരിക്കുന്ന പേര്. Now I must get names for others. But that was less important. Alfred Inglethorpe. That might do. It would go well with the black beard. I added some more characters, a husband and wife, attractive exchanger from each other. Now for all the ramifications, the false clues, like all young writers, I was trying to put far too much plot into one book. I had too many false clues, so many things to unravel that it might make the whole thing not only more difficult to solve, but more difficult to read. അങ്ങനെ എൻ്റെ ആ ഒരു ഡിറ്റക്റ്റീവിൽ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. In leisure moments, bits of my detective story rattled about in my head. I had the beginning all settled and the end arranged, but there were difficult gaps in between. അങ്ങനെ ഞാൻ എൻ്റെ ഡിറ്റക്റ്റീവ് സ്റ്റോറി ഏകദേശമൊക്കെ എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് അതിനൊരു ബിഗിനിങ് സെറ്റിൽഡ് ആയിട്ടുണ്ട്. അതായത് എൻ്റെ ഡിറ്റക്റ്റീവ് സ്റ്റോറിക്ക് ഒരു തുടക്കമുണ്ട്, അതുപോലെ എന്തുണ്ട്, അതിനുള്ള ഒരു എൻഡായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. അതായത് ബിഗിനിങ്ങും എൻഡും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇൻ ബിറ്റ്വീനാണ് എനിക്കൊന്നും കിട്ടാത്തത് എന്നാണ് പറയുന്നത്. അതായത് ഇൻ ബിറ്റ്വീനാണ് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. I had Hercule Poirot involved in a natural and plausible way, but there had to be more reasons why other people were involved. It was still all in a tangle. It made me absent-minded at home. My mother was continually asking why I don't answer questions or didn't answer. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് കണ്ടിന്യൂ ആയിട്ട് ചോദിക്കുന്നുണ്ട്, അതായത് നീ എന്താണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാത്തത്, നിൻ്റെ കയ്യിൽ എന്താ ആൻസർ ഇല്ലാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. I noted Granny's pattern wrong more than once. I forgot to do a lot of things that I was supposed to do, and I sent several letters to the wrong addresses. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്യാൻ മറന്നു പോകുക. അതുപോലെ ഞാൻ സെവറൽ ലെറ്റേഴ്സ് റോങ് അഡ്രസ്സസിലേക്ക് അയക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവർ ദ ടൈം കെയിം വെൻ ഐ ഫെൽറ്റ് I could at last begin to write. അങ്ങനെ ആ ഒരു സമയം വന്ന സമയത്തിൽ ഞാൻ അവസാനം എഴുതാം എന്ന് തീരുമാനിക്കുകയാണ്. I told mother what I was going to do. അങ്ങനെ ഞാൻ അമ്മയോട് പറയാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. Mother had the usual complete faith that her daughters could do anything. അമ്മയ്ക്ക് എന്തുണ്ടായിരുന്നു, സാധാരണയായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അമ്മയുടെ മകള്
എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഓ ഷി സേഡ് എ ഡിറ്റക്റ്റീവ് സ്റ്റോറി ദാറ്റ് വിൽ ബി നൈസ് ചേഞ്ച് ഫോർ യു വോണ്ട് ഇറ്റ് യു വുഡ് ബെറ്റർ സ്റ്റാർട്ട്. അപ്പോൾ അമ്മ പറയാണ്, ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി അല്ലേ നീ എഴുതാൻ പോകുന്നത്, ദാറ്റ് വിൽ ബി നൈസ് ചേഞ്ച് ഫോർ യു, അത് എനിക്ക് നല്ലൊരു ചേഞ്ച് ആയിരിക്കും. യു വുഡ് ബെറ്റർ സ്റ്റാർട്ട്, നീ അത് ആരംഭിക്കുന്നതാണ് നല്ലത് എന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ.